എ സി തണുപ്പുണ്ട്, പക്ഷെ ഭയങ്കര നോയ്സ് ആണ്. കുറച്ച് നേരത്തിന് കൂടുതൽ ഇരിക്കാൻ പറ്റില്ല. ഇതെന്താണെന്ന് നോക്കിയാലോ. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ HVAC ഡിസൈനിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. HVAC ഡിസൈനിൽ വെറും ഒരു എ സി മാത്രം വെക്കാതെ കറക്റ്റായിട്ട് എയർ ഫ്ലോ, അതേപോലെ തന്നെ ഡെക്ക് ഡിസൈനിങ്, എവിടേക്ക് കറക്റ്റായിട്ട് എ സി എത്തണം എന്നൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റേന്ന് വെച്ചാൽ ഒരു ഹാളിലോട്ട് ഒരു ഏരിയയിൽ നിന്ന് മാത്രം എ സി എത്തിക്കാൻ നോക്കുമ്പോൾ വരുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിൽ എങ്ങനെയാണ് ഡെക്ക് ഡിസൈൻ വരുന്നത് എന്നുള്ളതും കറക്റ്റായിട്ട് എയർ ത്രൂ എവിടേക്കാണ് എത്തുന്നുള്ളതെന്നുള്ളതും അതൊന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് HVAC ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് വെച്ചാൽ എയർ ഫ്ലോ കറക്റ്റ് ആയിരിക്കും, ഈവൻ ആയിരിക്കും എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുക. അതേപോലെ തന്നെ എനർജി എഫിഷ്യൻസി ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് എനർജി എഫിഷ്യൻസി കാര്യം. പിന്നെ നമ്മൾ മെഷീൻസിന്റെ ലൈഫ് ഒരുപാട് കൂടും. പിന്നെ ഒരു കംഫർട്ട് ലെവലായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും താമസിക്കുന്ന ആൾക്കാർക്കായാലും അവർക്കൊരു കംഫർട്ടിന്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങൾ ഉണ്ടാവില്ല. അവർ നോർമൽ ലൈഫിൽ ജീവിക്കുന്ന പോലെ ആയിരിക്കും. മറ്റെന്ന് വെച്ചാൽ എ സി ഇടയ്ക്കിടയ്ക്ക് ഓണും ഓഫും അല്ലെങ്കിൽ അതിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക ചെയ്യേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഇതുപോലത്തെ ചെറുതും വലുതുമായി ഒരുപാട് കാര്യങ്ങൾ ഒരു MEP ഡിസൈനിൽ കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രൊജക്റ്റിൽ MEP ഡിസൈൻ വേണോ, ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. താങ്ക്